ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് അല്ലേ? ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ആ എയും ബിയും എന്ത് വരണം? ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എക്സ് 2-നേക്കാളും കുറവാണെങ്കിൽ 5 ആണല്ലോ. എക്സ് 2-നേക്കാളും സ്വല്പം കൂടുതലാണെങ്കിൽ എക്സ് പ്ലസ് ബി ആണല്ലോ. അപ്പോൾ എക്സ് 2-ൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നുണ്ട്. 2-ൽ കണ്ടിന്യൂസ് ആണല്ലോ, കാരണം എല്ലായിടത്തും കണ്ടിന്യൂസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ എക്സ് 2-ൽ കണ്ടിന്യൂസ് ആണ്. ഇതേപോലെ 10-ലും കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് തരുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആവണമല്ലോ. അപ്പോൾ നമ്മൾ എക്സ് = 2-ൽ കണ്ടിന്യൂസ് ആൻഡ് 10-ലും കണ്ടിന്യൂസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയുടെയും ബിയുടെയും ആൻസർ കിട്ടും. അപ്പോൾ എക്സ് = 2-ൽ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. എല്ലായിടത്തും കണ്ടിന്യൂസ് ആവുമ്പോൾ 2-ലും കണ്ടിന്യൂസ് ആവണമല്ലോ. അപ്പോൾ 2-ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാ എഴുതണ്ടേ? 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ലെസ് ദാൻ 2. എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ലെസ് ദാൻ 2 ആണ്. ഫസ്റ്റ് കണ്ടീഷനല്ലേ ശരിയാവുന്നത്? അപ്പോൾ കാരണം എക്സ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് 5 ആണ് വരുന്നത് അല്ലേ? എഫ് ഓഫ് എക്സ് 5 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എഫ് ഓഫ് എക്സ് 5 എന്ന് എഴുതി. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഉണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. അതല്ലേ ഇതിൻ്റെ അർത്ഥം? എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എക്സ് ഉണ്ടെങ്കിൽ എക്സിന് 2 കൊടുക്കണം. ഈ ബ്രാക്കറ്റിനുള്ളിൽ എക്സ് ഇല്ലല്ലോ. അപ്പോൾ 5 എന്നുള്ളത് 5 തന്നെ ഇട്ടാൽ മതി അല്ലേ? 5 ആയിട്ടല്ലേ ഇരിക്കുള്ളൂ. എക്സ് ഉണ്ടായിരുന്നെങ്കിലല്ലേ എനിക്ക് എക്സിന് ഞാൻ 2 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് = 2 കിട്ടി. ഇനി നമ്മൾ റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് = 2 കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഏതാ എഴുതണ്ടേ? 2 പ്ലസ് ആവുമ്പോൾ 2 പ്ലസ് ആന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 2. എക്സിൻ്റെ വാല്യൂ 2-നേക്കാളും ജസ്റ്റ് കൂടുതലാണ്. എക്സിൻ്റെ വാല്യൂ 2-നേക്കാളും ജസ്റ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷനാണ് അല്ലേ? 2-നേക്കാളും ഒരു പൊടിക്കേ കൂടുതലുള്ളൂ. അപ്പോൾ 10-നേക്കാളും കുറവ് തന്നെയാണ് അല്ലേ? 2-നേക്കാളും ഒരു പൊടിക്കേ കൂടുതലുള്ളൂ എന്ന് പറയുമ്പോൾ 2-നേക്കാളും കൂടുതലാണ്, പക്ഷെ 10-നേക്കാളും കുറവുമാണ്. ഓക്കെ, അപ്പോൾ എക്സ് ടെൻഡിങ് ടു 2 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ അവിടെ വരുന്ന എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ആണല്ലോ അല്ലേ? എ എക്സ് പ്ലസ് ബി ആണ്. ഇനി നമ്മൾ എക്സിന് നേരെ 2 ഇട്ട് കൊടുക്കാം അല്ലേ? ശരിയല്ലേ? എക്സിന് നേരെ 2 ഇട്ട് കൊടുക്കുക. എക്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2a + b എന്ന് കിട്ടും. ശരിയാണല്ലോ? കണ്ടില്ലേ? എക്സിന് നേരെ 2 ഇട്ട് കൊടുത്തു. 2-ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? യെസ്. ഇതുകൂടാതെ എഫ് ഓഫ് എനോട് ഈക്വൽ ആണ്, പക്ഷെ നമുക്കിത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കിട്ടും. ഓക്കെ, അതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആവണമല്ലോ കണ്ടിന്യൂസ് ആവണമെങ്കിൽ. നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 2a + b = 5. കണ്ടില്ലേ? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണല്ലോ കണ്ടിന്യൂസ് ആവണമെങ്കിൽ. ഇക്വേറ്റ് ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട് അല്ലേ? 2-ൽ മാത്രമോ കണ്ടിന്യൂസ്? 10-ലും കണ്ടിന്യൂസ് ആണ്. 10-ലും സ്പ്ലിറ്റ് ചെയ്ത് തന്നതുകൊണ്ട് 10-ലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് = 10 എടുക്കുകയാണ്. 10-ലും ഇതേപോലെ ലെഫ്റ്റും റൈറ്റും ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാ എഴുതണ്ടേ? 10 മൈനസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 10 എക്സ് അല്ലേ?
എക്സിൻ്റെ വാല്യൂ 10-നേക്കാളും ഒരു പൊടിക്ക് കുറവാണ്. എക്സിൻ്റെ വാല്യൂ 10-നേക്കാളും കുറവെന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ax+b വേണം എഴുതാൻ. ഇനി നമുക്ക് ധൈര്യപ്പെട്ട് എക്സിന് 10 കൊടുക്കാൻ പറ്റും. 10a+b എന്ന് വരും അല്ലേ. എക്സിന് 10 കൊടുത്താൽ 10a+b എന്ന് കിട്ടി. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 10. ഇനി നമ്മൾ റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 10 കാണാൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് കാണുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏത് എഴുതണ്ടേ? 10 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി എബോവ് 10. എക്സിൻ്റെ വാല്യൂ 10-നേക്കാളും ജസ്റ്റ് കൂടുതലാണ്. 10-നേക്കാളും ജസ്റ്റ് കൂടുതലെന്ന് പറയുമ്പോൾ തേർഡ് കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് 21 ആണ് എഴുതേണ്ടത് അല്ലേ. എഫ് ഓഫ് എക്സ് 21 ആണ് എഴുതേണ്ടത്. എക്സ് ഉണ്ടെങ്കിലല്ലേ എക്സിന് 10 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 21 റിമെയിൻസ് 21 തന്നെ അല്ലേ. അപ്പോൾ 10-ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10a+b = 21 എന്ന് പറഞ്ഞ വേറൊരു ഇക്വേഷൻ കിട്ടി. ശരിയല്ലേ? ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ 1ഉം 2ഉം സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എയും ബിയും കിട്ടും. കാരണം എയും ബിയും ആണ് കാണേണ്ടത്. രണ്ട് ഇക്വേഷൻസും ഞാൻ അടുത്തടുത്ത് എഴുതിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാവും അല്ലേ. രണ്ട് ഇക്വേഷൻസും അടുത്തടുത്ത് എഴുതുക. 1 പിന്നെ ഇത് 2 അല്ലേ. സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻസും അടുത്തടുത്ത് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എയും ബിയും കണ്ടുപിടിക്കാം? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ഒരാൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇക്വേഷൻ 2 - 1 ചെയ്താൽ b - b വരും. b വെട്ടിപ്പോവും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 2 - ഇക്വേഷൻ 1 ആണ്. സോൾവ് ചെയ്യാണ്. 10a - 2a എന്താ? 10a - 2a 8a. റൈറ്റ് സൈഡിൽ ബിയും ബിയും പോയല്ലോ. 21 - 5 വരും. 21 - 5 16 ആണ്. 8a 16 ആവുമ്പോൾ a = 16/8 2 വരും. a = 2 കിട്ടി. a = 2 എന്നുള്ളത് ഇക്വേഷൻ 1-ൽ ഇട്ട് കൊടുക്കുക അല്ലേ. ഇക്വേഷൻ 1-ൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 + b = 5 എന്ന് കിട്ടും അല്ലേ. a = 2 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. 4 + b = 5. എല്ലാ സ്റ്റെപ്പ് എഴുതണ്ടല്ലോ. 4 + b = 5 or b = 1. അങ്ങനെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടി. ഓക്കെ.